സുജു, സുജുവിനെ കാണുമ്പോഴേ അറിയാം നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ. ആ തെളിച്ചം സുജുവിന്റെ മുഖത്തുമുണ്ട്. ഇന്നലെ മഴയൊന്നും ഇല്ലായിരുന്നോ? എന്താണ് സ്ഥിതി? മനു, പത്തനംതിട്ടയിൽ ഇന്നലെ മുതൽ തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. എന്നാൽ മലയോര മേഖലയായിരിക്കുന്ന ചിറ്റാർ സീതത്തോട് മേഖലയിലൊക്കെ ഇന്ന് പുലർച്ചെ വരെ മഴ ലഭിച്ചിരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നെടുമ്പ്രം ഭാഗത്തുനിന്ന് ചില ആളുകൾ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വിളിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നെടുമ്പ്രത്ത് ചില പ്രദേശങ്ങളിൽ റോഡിൽ വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ മഴ മാറിയെന്നാൽ പോലും ഈ മലയോര മേഖലയിൽ നിന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഈ അപ്പർ കുട്ടനാടൻ മേഖലയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ മഴ മാറിയെന്നാൽ പോലും ഒരു 2 ദിവസം എടുക്കും അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവായി കിട്ടാൻ. എന്നാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ആ ഒരു സമയമെടുക്കുന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് മൂഴിയാർ അണക്കെട്ടിൻ്റെ 3 ഷട്ടറുകൾ തുറക്കുകയും 2 ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ 5 സെൻറ്റിമീറ്ററാണ് ഒരു ഷട്ടർ തുറന്നിട്ടുള്ളത്. ഇത് രാവിലെ അതിൻ്റെ അപ്ഡേഷനോടെ ലഭിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു തൽസ്ഥിതി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മനു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റ് പത്തനംതിട്ട ജില്ലയിലെ കർഷകരെയാണ് ഏറ്റവും ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഏതാണ്ട് 180 ഏക്കറിലധികം കൃഷിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണവിപണി ലക്ഷ്യം വെച്ച് അവർ കൃഷി ചെയ്ത ഏത്തവാഴ ഉൾപ്പെടെയുള്ള കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. 180ലധികം ഏക്കർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,91,00,000 രൂപയുടെ നാശനഷ്ടമാണ് പത്തനംതിട്ട ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഏകദേശ കണക്കാണ്. ഇനി കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിൽ അടൂർ തിരുവല്ലയാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. തിരുവല്ലയിലും അടൂരും 40 ലക്ഷത്തിലധികം രൂപയുടെ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കർഷകർക്ക് ഈ കാറ്റ് വിതച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ജില്ലയിൽ ശക്തമായ മഴ ഇത്രയും ലഭിച്ചിട്ടും നദികളിൽ ജലനിരപ്പ് അപകടവിധം ഉയർന്നിട്ടില്ലെന്നും ആശ്വാസകരമാണ്. അതുപോലെ ഈ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ലെന്നതും ആശ്വാസമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നദികളുമായി ബന്ധപ്പെട്ട് അച്ചൻകോവിലാറിൽ ഉൾപ്പെടെ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പാണ് ഈ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയിലാണ്. നദീ തീരത്ത് താമസിക്കുന്നവർ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. ജോസിന് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം KCBക്കും വലിയ നഷ്ടമുണ്ട്. 300-ലധികം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും നിരവധി ട്രാൻസ്ഫോമറൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. നല്ല വെയിലുണ്ട്, മഴയുണ്ട്. പക്ഷേ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഈ മുന്നറിയിപ്പിനെ അവഗണിക്കേണ്ടതായിട്ടില്ല. കാലാവസ്ഥ വളരെ പെട്ടെന്ന് വേണമെങ്കിൽ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത തുടരുക എന്ന് തന്നെയാണ് നമുക്ക് ഈ രാവിലെ പറയാൻ സാധിക്കുന്നത്.